ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലെ വളരെ രസകരമായ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. കരയിൽ നിന്ന് കുറച്ചൊന്ന് മാറി കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇന്ത്യക്ക് രണ്ട് വ്യത്യസ്ത മുഖങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു ഉപമയുണ്ടല്ലോ, ഇത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മളിന്ന് പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒന്ന്, ഒരു പടുകൂറ്റൻ കരിങ്കൽ ശില്പം പോലെ ഉറപ്പുള്ളത്. മറ്റേത് വളരെ നേർത്ത, ജീവനുള്ള ഒന്നുകൊണ്ട് നെയ്തെടുത്ത പോലെ ലോലമായത്. അപ്പോൾ ഈ രണ്ട് ശില്പങ്ങളും എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കിയാലോ? അതെ, ഇന്ത്യക്ക് പ്രധാനമായും രണ്ട് ദ്വീപ സമൂഹങ്ങളാണുള്ളത്. രസമെന്താണെന്ന് വെച്ചാൽ രണ്ടും രണ്ട് കടലുകളിലാണ്. ഓരോന്നിനും പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായ അതിൻ്റേതായ ഒരു ഉത്ഭവത്തിന്റെ കഥയാണ്. അപ്പോൾ ഏതൊക്കെയാണവ? ബംഗാൾ ഉൾക്കടലിലെ ആന്തമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, പിന്നെ അറബിക്കടലിലെ നമ്മുടെ ലക്ഷദ്വീപ്. പേര് മാത്രമല്ല, ഇവയുടെ സ്വഭാവവും ഉണ്ടായ രീതിയും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ശില്പത്തിലേക്ക്, അതായത് ആന്തമാനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ശില്പം ആന്തമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സ് വരേണ്ട രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു പരുക്കൻ ഭാവവും ഭയങ്കരമായ വലിപ്പവുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏകദേശം 572 ദ്വീപുകളും ചെറിയ തുരുത്തുകളും ചേർന്ന ഒരു വലിയ ശൃംഖലയാണിത്. ഇത് രണ്ടോ മൂന്നോ ദ്വീപുകളുടെ കാര്യമല്ല, കടലിൽ ഇങ്ങനെ പരന്നുകിടക്കുന്ന ഒരു വലിയ ലോകം തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ. ഇനി ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നല്ലേ? അതാണ് ഏറ്റവും രസകരം. ഈ ദ്വീപുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കടലിനടിയിൽ കിടക്കുന്ന ഒരു ഭീമൻ പർവ്വതനിരയുടെ മുകൾ ഭാഗം മാത്രമാണ്. അതായത് വെള്ളത്തിനു മുകളിലേക്ക് തല നീട്ടി നിൽക്കുന്ന കൊടുമുടികൾ. നമ്മൾ ആദ്യം പറഞ്ഞ ആ കല്ലിൽ കൊത്തിയ ശില്പം എന്ന ഉപമയില്ലേ, അതിവിടെ കൃത്യമായി ചേരുന്നത് അതുകൊണ്ടാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയും അതുപോലെ ഗംഭീരമാണ്. നല്ല ഉയരമുള്ള കൊടുമുടികളുണ്ട്. ഈ ദ്വീപസമൂഹത്തെ വടക്കും തെക്കുമായി രണ്ടായി തിരിക്കുന്ന ഒരു 10 ഡിഗ്രി ചാനലുണ്ട്. പോരാത്തതിന് ഇന്ത്യയിലെ ഒരേയൊരു ആക്റ്റീവ് വോൾക്കാനോ, അതായത് സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ്, അതും ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഈ കൽശില്പത്തിന് ഒരു തീയുടെ സ്പർശം കൂടിയുണ്ടെന്ന് പറയാം. ഇനി ഇവിടത്തെ പച്ചപ്പ് ഭൂമധ്യരേഖയോടടുത്താണല്ലോ, അതുകൊണ്ടുതന്നെ ഇടതൂർന്ന നിത്യഹരിത വനങ്ങളാണിവിടെയെങ്ങും. ഒന്നു നോക്കിക്കേ, ദ്വീപുകളുടെ 80% കൂടുതൽ വനമാണ്. കണ്ടൽക്കാടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പച്ചപ്പ് നിറഞ്ഞ ജീവൻ തുടിക്കുന്ന ഒരു ലോകം കൂടിയാണ്. ശരി, അപ്പോൾ ആ പരുക്കൻ കൽശില്പത്തിൽ നിന്ന് നമുക്ക് നേരെ രണ്ടാമത്തെ ശില്പത്തിലേക്ക് പോകാം, ലക്ഷദ്വീപ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായൊരു ചിത്രമാണ്. കല്ലിന്റെ കാഠിന്യമല്ല, മറിച്ച് അതിലോലമായ ഒരു നിർമ്മിതിയാണ് ലക്ഷദ്വീപ്. ആന്തമാനിൽ നമ്മൾ പറഞ്ഞത് 572 ദ്വീപുകളാണ് അല്ലേ? എന്നാൽ ഇവിടെയോ വെറും 36 എണ്ണം. ആ ഒരു വ്യത്യാസം നോക്കൂ. എണ്ണത്തിലായാലും വലുപ്പത്തിലായാലും ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരമുണ്ട്. അപ്പോ ഈ ദ്വീപുകൾ എങ്ങനെയുണ്ടായി? ഇതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. നമ്മൾ ആ ലെയ്സ് ഉപമ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുപോലെ കോടിക്കണക്കിന് വരുന്ന കുഞ്ഞൻ സമുദ്രജീവികൾ, അതായത് പവിഴപ്പുറ്റുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ നിർമ്മിച്ചെടുത്തതാണ് ഈ ഓരോ ദ്വീപും. ഇത് കല്ലുപോലെ നിർജ്ജീവമായ ഒന്നല്ല, മറിച്ച് ഇപ്പോഴും ജീവിക്കുന്ന, വളരുന്ന ഒരു വലിയ ജൈവഘടനയാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത നോക്കൂ. ആകെയുള്ള 36 ദ്വീപുകളിൽ വെറും 11 എണ്ണത്തിൽ മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. പിന്നെ ആന്തമാനിലെപ്പോലെ വലിയ കരിമ്പാറകളൊന്നും ഇവിടെയില്ല. പകരം തിരമാലകൾ അടിച്ചുകയറ്റി ഉണ്ടാക്കിയെടുത്ത ഉറപ്പില്ലാത്ത കല്ലും ചരലുമൊക്കെ നിറഞ്ഞ സ്റ്റോം ബീച്ചുകളാണ്. അതായത് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നാൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ രൂപം തന്നെ മാറിയേക്കാം. അത്രയ്ക്ക് ലോലമാണ് ഇവിടത്തെ ഓരോ തീരവും. അപ്പോൾ ഒരു വശത്ത് കല്ലിൽ കൊത്തിയ പർവ്വതങ്ങൾ, മറുവശത്ത് കുഞ്ഞൻ ജീവികൾ നെയ്തെടുത്ത പവിഴദ്വീപുകൾ. ഈ രണ്ട് വ്യത്യസ്ത ശില്പങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത്? നമുക്ക് നോക്കാം. ഈ പട്ടിക നോക്കിയാൽ സംഭവം വളരെ വ്യക്തമാണ്. ഉത്ഭവം നോക്കൂ. ആന്തമാൻ ആൻഡ് നിക്കോബാർ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനവും അഗ്നിപർവ്വതവും കാരണമുണ്ടായതാണെങ്കിൽ ലക്ഷദ്വീപ് പവിഴപ്പുട്ടികൾ ഉണ്ടാക്കിയതാണ്. സ്ഥാനം ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ, മറ്റേത് അറബിക്കടലിൽ. ഭൂപ്രകൃതിയിലോ ആന്തമാൻ ഉയർന്ന മലനിരകളാണ്, ലക്ഷദ്വീപാവട്ടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളും. ഒന്ന് പാറയാണെങ്കിൽ മറ്റേത് പവിഴ നിക്ഷേപമാണ്. ഇത്രയും വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇവ രണ്ടും രണ്ട് രീതിയിലാണുണ്ടായത്. കാണാനും രണ്ട് പോലാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കെന്താണ്? എന്തിനാണ് ഇന്ത്യക്ക് ഈ രണ്ട് ദ്വീപസമൂഹങ്ങളും ഇത്രയേറെ പ്രധാനപ്പെട്ടതാവുന്നത്? അതിനുള്ള ഉത്തരം ഈ കണക്കിലുണ്ട്. ഇന്ത്യയുടെ പ്രധാന കരയ്ക്ക് തന്നെ നല്ല നീളമുള്ളൊരു തീരദേശമുണ്ട് അല്ലേ?
പക്ഷേ ഈ രണ്ട് ദ്വീപ് സമൂഹങ്ങളിലെയും തീരങ്ങൾ കൂടി നമ്മൾ കൂട്ടുമ്പോഴാണ് ഇന്ത്യയുടെ ആകെ തീരദേശം 7517 കിലോമീറ്റർ എന്ന ഭീമമായ സംഖ്യയിലേക്കെത്തുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ അധിക തീരദേശം കാരണം ഇന്ത്യയുടെ സമുദ്രാതിർത്തിയും സമുദ്രത്തിലെ നമ്മുടെ സ്വാധീനവും തന്ത്രപരമായ പ്രാധാന്യവുമെല്ലാം ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ കാര്യം അവിടെയും തീരുന്നില്ല. വെറും തീരദേശത്തിന്റെ നീളം മാത്രമല്ല ഇവയുടെ പ്രാധാന്യം. ഇവ രണ്ടുമുണ്ടായ രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവ രണ്ടും രണ്ട് തരം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. അതായത് പാരിസ്ഥിതികമായി വളരെ പ്രധാനപ്പെട്ട ഇടങ്ങൾ. ഒരു വശത്ത് ആന്തമാനിലെ ഇടതൂർന്ന വനങ്ങളും അവിടുത്തെ ജീവികളും, മറുവശത്ത് ലക്ഷദ്വീപിലെ ജീവനുള്ള പവിഴപ്പുറ്റുകളും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കടൽ ജീവികളും. ഇവ രണ്ടും ഇന്ത്യയുടെ ജൈവവൈവിധ്യത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വന്ന പാറകൾ, മറുവശത്ത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒരു ജൈവഘടന. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായാൽ നമ്മുടെ ഭൂമിശാസ്ത്രം ഇതുപോലെ എത്ര അത്ഭുതകരമായ കഥകളാകും നമ്മളോട് പറയുന്നുണ്ടാവുക, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.